രണ്ട് മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സ് കുഷ്ഠരോഗികളെ പാവപ്പെട്ടവരെ സഹായിച്ച് ഇപ്പോൾ ഒരു ആശുപത്രി നടത്തുന്ന സിസ്റ്റേഴ്സ് അവരുടെ ആശുപത്രിക്ക് വേണ്ടി അവിടെയുള്ളവർ പരിചയമുള്ളവരോട് പറഞ്ഞു ഏതെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് കുട്ടികൾ കിട്ടുമോ. അങ്ങനെ അവർ അന്വേഷിച്ചു. അങ്ങനെ വന്നപ്പോൾ 3 കുട്ടികളെ നാരായൺപൂരിൽ നിന്ന് ഒരു സ്ത്രീ സംഘടിപ്പിച്ചു. അവരുടെ ബന്ധു അടക്കം ഈ സ്ത്രീയുടെ ആംഗ്ലേ അടക്കം വന്നു. സിസ്റ്റേഴ്സ് ഈ കുട്ടികളെ കാണുന്നത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവരെല്ലാം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അതായത് ക്രിസ്ത്യൻസാണ്. എന്നിട്ട് 2 കുറ്റങ്ങളാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഒന്ന് മതപരിവർത്തനം, 2 ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്ത്. ഇത് ഒന്നും അവർക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ള മതസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മൈനോറിറ്റി ന്യൂനപക്ഷ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾക്കില്ല. നമ്മുടെ അപേക്ഷ ഭരിക്കുന്ന കക്ഷി ആരാണെങ്കിൽ അവർ സംരക്ഷണം നൽകണം, ഇത്രയേ ഉള്ളൂ. ഭരണപക്ഷം മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരായ നടപടി ആയതുകൊണ്ടാണ് ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കപ്പെടണം. തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്ന, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ പൗരന്മാരും ഒരു പൊതുസമൂഹത്തിൻ്റെ പൗരമനസാക്ഷി തന്നെ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വർഗീയവാദികൾ തിരിച്ചറിയും അവർ കേവലം ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണെന്നും അതല്ല ഭാരതത്തിൻ്റെ മനസാക്ഷി എന്ന് തിരിച്ചറിയാൻ ഇടവരണം. ഇന്നത്തെ ഈ പ്രൊട്ടസ്റ്റൊക്കെ അതിന് സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. സഭാവിശ്വാസികളുടെ മാത്രമല്ല, ഇത് ഭരണഘടന ആദരിക്കുന്ന എല്ലാ പൗരന്മാരും ഒരുമിച്ച് ചേർന്ന് പ്രതികരിക്കേണ്ട സമയമാണ്. ഏത് തീവ്ര നിലപാടുള്ളവരാണെങ്കിലും ഭരണഘടനയ്ക്ക് എതിരാണ്, ആ നിലപാടുകൾ തന്നെ ഭരണഘടനയ്ക്ക് എതിരാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ നിശബ്ദമായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടനയെ സഹർഷം സ്വീകരിക്കുന്ന സാമാന്യ ഭൂരിപക്ഷം അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും അവരുടെ ഒരു പൊതു മനസാക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ സമയത്ത് ആവശ്യമായത്. സഭ ഈ സമയത്ത് ഒറ്റ പ്രയോറിറ്റി, മുൻഗണന മാത്രമേ സഭയ്ക്കുള്ളൂ. അത് ഈ സിസ്റ്റേഴ്സിൻ്റെ അവരെ ഏറ്റവും വേഗം നമുക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ട് ഏതൊക്കെ സാഹചര്യങ്ങൾ സർക്കാരുകളുടെയൊക്കെ സഹകരണം നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രതിഷേധം മാത്രമല്ല ഇവിടെ നടത്തുന്നത്, നമ്മൾ ആരാധനയ്ക്ക് ഇപ്പോൾ അണിചേർന്നുകൊണ്ടാണ് നമ്മൾ ഇതിൽ പങ്കുചേരുന്നത്. സങ്കടകരമായൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഇങ്ങനെയൊരു അപകടത്തെ നേരിടേണ്ടി വന്നതിൽ ഞങ്ങൾക്കുള്ള ദുഃഖം ഞങ്ങൾ തീർച്ചയായും അത് അറിയിക്കുന്നതാണ്. കാരണം ഞങ്ങൾ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ഞങ്ങളെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്, മറ്റ് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദുരവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് ദുഃഖകരമായ കാര്യം തന്നെയാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് തീർച്ചയായും സിസ്റ്റേഴ്സിന് നീതി കിട്ടുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സിസ്റ്റേഴ്സ് എല്ലാവരും, ഏത് രാജ്യത്തുള്ളവരായാലും. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് സിസ്റ്റേഴ്സിന് തീർച്ചയായും നീതി കിട്ടും. ഭാരതം എന്ന് പറയുന്ന നമ്മുടെ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും ജീവിക്കാനും അവകാശമുള്ളൊരു നാടാണ്. അവിടെ ഇപ്രകാരം നമ്മളെ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് നമ്മളറിഞ്ഞത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നുണ്ട്. സ്നേഹമാണ് ഞങ്ങളുടെ മുദ്ര, ക്ഷമ ഞങ്ങളുടെ പ്രവർത്തന രീതിയാണ്. എന്നിട്ടും ഞങ്ങളിതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. സർക്കാർ അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എത്രയും വേഗം ഇതിനെ ഉള്ള പരിഹാരം കണ്ടെത്താനായിട്ട്, താൽക്കാലികമായ പരിഹാരമല്ല, ശാശ്വതമായൊരു പരിഹാരം. നമ്മളെവിടെ ന്യൂനപക്ഷങ്ങളുണ്ടായാലും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് മുമ്പിലുണ്ടാകും. അതനുസരിച്ച് സർക്കാരുകൾ പ്രവർത്തിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ